അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പരിശുദ്ധ മുഅ്മിനീങ്ങളെ, ഒരു മനുഷ്യരെ അള്ളാഹു ഹലാക്കാക്കോ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ 3 രൂപത്തിൽ അവൻ്റെ ഹയാത്ത് കാലത്തിലെ ശിക്ഷ കൊടുക്കണാണ്ടായിട്ടിരിക്കണം. 3 കാര്യങ്ങൾ ഇന്നുണ്ടായെങ്കിൽ, ഒരു മനുഷ്യരിൽ 3 ഏതെങ്കിലും ഒരു കാര്യം ഇന്നുണ്ടായെങ്കിൽ അവൻ്റെ അള്ളാഹു ഹലാക്കാക്കോ ഭർത്തയിറ തീരുമാനിച്ച രാജുകളുടെ ലക്ഷണ ബഹുമാനപ്പെട്ട ഹാമിദുൽ ലഫാഫ് തങ്ങൾ തൻ്റെ കിതാബിൽ ചൊന്നുണ്ട്. ഇദാ അറാദുല്ലാഹു ഹലാക ഇംറഇൻ ആഖബഹു ബിസലാസത്തി അഷ്യാ. അള്ളാഹു ഒരു മനുഷ്യരെ ഹലാക്കാക്കോ നാശാക്കോ വിചാരിച്ചിട്ടുണ്ടായെങ്കിൽ അവനക്ക് 3 ശിക്ഷ ഇട്ടിട്ട് ദുനിയാവിൽ അള്ളാഹു അവന് കൊടുക്കണേ. അവലുഹ യർസുഖുൽ ഇൽമ വയംനഉഹു അൻ അമലിൽ ഉലമാ. അവനക്ക് ബനായത്ര അവനക്ക് ഇൽമ കൊടുക്കണം അള്ളാഹു. പക്ഷേ വയംനഹു അൻ അമലിൽ ഉലമാ, ഇൽമിനെ ആലിമീങ്ങളാക്കണമെങ്കിൽ അമല് അവനെ കൊണ്ടാക്കുക ആവില്ല. പുറത്തേക്ക് അള്ളാഹു ഇൽമി കൊടുത്തിട്ടിക്കട, ആ ഇൽമു പഠിച്ചതുപോലെ അവನು അമൽ ചെയ്യില്ല. അത് അള്ളാഹു അവൻ്റെ ഹലാക്കാക്കുകത്തെ തീരുമാനിച്ചതിൽ ലക്ഷണം ഉണ്ട് ഈ മഹാന്മാർ ചൊല്ലി. ചില ആൾമാർക്ക് എൻ്റെ എത്ര ഇൽമു, എല്ലാ അർത്ഥത്തിലുള്ള ഇൽമു അങ്കിക്കിടും, എല്ലാ ഫന്നും എല്ലാ മേഖലയിലും അങ്ങ് അടിപൊളിയായിട്ടിക്കിട്. ഫിക്ക് എടുത്തെങ്കിൽ ഫിക്ക്, നെഹവ് എടുത്തെങ്കിൽ നെഹവ്, ഏതെല്ലാം രൂപത്തിലുള്ള ഇൽമുണ്ടാ നല്ല ഗഹനമായ ഏത് മസലയും കേൾക്കണമെങ്കിൽ ചെന്ന് പഠിച്ചെങ്കിൽ താൽമാരിക്കിടാം. പക്ഷേ അങ്ങത് ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കുക അങ്ങനെ കൊണ്ടാവില്ല. കാരണം എൻ്റെ അത് വലിയ തൗഫീക്ക് ആയിട്ടിക്കിട്. അള്ളാഹു ആ തൗഫീക്ക് അങ്ങ് കൊടുത്തിട്ടിക്കല്ല. അത് അള്ളാഹു അങ്ങനെ ശിക്ഷിക്കുക ഭർത്തായിടാജുകളുടെ ഒന്നാമത്തെ ലക്ഷണമായിട്ടിക്കിടും. മഹാൻ ചൊല്ലു രണ്ടാമത്തത് യർസുഖുഹു സുഹ്ബത്ത സ്വാലിഹീൻ വയംനഉഹു അൻ മഅരിഫത്തി ഹുഖൂഖിഹിം. സ്വാലിഹീങ്ങളായ സജ്ജനങ്ങളായ നല്ല നല്ല മനുഷ്യന്മാരട്ട ഒട്ടിಗೆ ജീവിക്കുക അവനുക്ക് അള്ളാഹു അവകാശം കൊടുക്കുക. അതേ സമയത്ത് ആ സ്വാലിഹീങ്ങളുടെ ആ സ്ഥാനമാനങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ ഒരു ശക്തി അവനുക്ക് ഇല്ലാണ്ടാവുണ്ടർത്ഥം. വലിയ വലിയ പേരെടുത്തെങ്കിൽ സയ്യിദന്മാർ, സാദാത്തീങ്ങ, ആലിമീങ്ങ, വലിയ വലിയ മുദരിസന്മാരെ കൂടെ ഇട്ടിക്കിട് അവന് താമസിക്കടെ, അവന് യാത്ര പോകണ്ടേ, അവന് സഞ്ചരിക്കടെ. പക്ഷേ അങ്ങളുടെ വിശ്വാസം അങ്കിക്കില്ല. അല്ലണ്ടെങ്കിൽ അങ്ങനെ ആ ഇൽമു അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു സുഹൃത്തിനെ ആ മനസ്സിലാക്കുക കൊണ്ടാവില്ല. ആലിമീങ്ങളുടെയും സാദാത്യങ്ങളെയും ഒട്ടിಗೆ ജീവിച്ചുകൊണ്ട് അങ്ങനൊട്ടിಗೆ ഗാഡിയിൽ പോയോണ്ട് ഇക്കിടാൽമാർ. പക്ഷേ അങ്ങനെ സ്ഥാനമാണ് അവന് ಗೊತ್ತಿല്ലാണ്ട് ദ്വാരപ്പാട്ടകവും ಬೇರಾಳ മുട്ട കൊണ്ടെങ്കിൽ തുറ സാഹചര്യമുണ്ട്. നാണ് ഏത് ഉലമാകളുടെ മുട്ട, ഏത് ആലിമീങ്ങളെ മുട്ട, ഏത് സാദാത്യങ്ങളെ മുട്ട ഉള്ളേ, ആ സാദാത്യങ്ങളെയും ആലിമീങ്ങളെയും സ്വാലിഹീങ്ങളെയും സജ്ജനങ്ങളെയും ഫവർ അങ്ങനെ മഹിത അങ്ങനെ സ്ഥാനമാണ്. അതിനെ ഉൾക്കൊള്ളുകയും അതിനെ മനസ്സിലാക്കുകയും അവനെ കൊണ്ടാവില്ല. പക്ഷേ അവನು ഇക്കടെ നല്ല ഒട്ടിಗೆ മേട്ടിക്കിടും. അതേതുപോലെ ഞങ്ങളെ ATM സെക്യൂരിറ്റി ഗാർഡിന് പോലെ ഇട്ടിക്കിടും. പൈസത്തെ പെട്ടിയെ മുട്ടിന്നിട്ടും അവനക്ക് എടുക്കുകയാവില്ലല്ലേ, അതേപോലെ ഇട്ടിക്കിട്. അവൻ്റെ ഇതല്ലാത്തത് വേറെ ഇത് പൈസത്തെ എത്ര വില കെട്ടിന്നിട്ടും അവനക്ക് എടുക്കാവാത്തത് പോലെ ആലിമീങ്ങളെയും സാലിഹീങ്ങളെയും സജ്ജനങ്ങളായ ആൾമാരെ മുട്ടയിന്നിട്ട് അങ്ങനെ മനസ്സിലാക്കുക, അങ്ങനെ സ്ഥാനമാനങ്ങൾ അർത്ഥം ആക്കുക ആവാണ്ട് കിടത് റബ്ബ് കൊടുത്തൊരു ശിക്ഷയുടെ ഭാഗം ഉണ്ടായിട്ടിക്കിട്. റബ്ബ് അവൻ്റെ ഹലാക്കാക്കുക തീരുമാനിച്ചിരാണ്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കാം. മഹാന് മൂന്നാമത്തെ കാര്യവും ഞങ്ങൾക്ക് പഠിപ്പാട്ടിത്തുണ്ട്. യഫ്തഹു അലൈഹി അബ്വാബ ത്വാഅത്തി വയംനഉഹു മിൻ ഇഖ്ലാസിൽ അമൽ. അള്ളാഹുബേനായിട്ട് ധാരാളം ഇബാദത്ത് എടുക്കുക, ധാരാളം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എടുക്കുക, അവനക്ക് അള്ളാഹു അവസരം കൊടുക്കട. അതേ സമയത്ത് എടുക്കടെ ആക്കടെ അമലിൽ അവനക്ക് ഇഖ്ലാസ് അള്ളാഹു ഇല്ലാണ്ടാക്കടാ. അങ്ങനെ ആക്കിടുതും ആ മനുഷ്യരെ അള്ളാഹു നശിപ്പിക്കുക ഭർത്തായിട തീരുമാനിച്ചതാ ചൊല്ലുള്ളത് ഏറ്റവും വലിയ തെളിവുണ്ട് മഹാൻ ചൊന്തണ്ട്. എത്രയോ ആൾമാരുള്ളാർ ധാരാളം നിസ്കരിക്കണങ്ങ, 24 ഗണ്ടയും അള്ളാഹുടെ ഇബാദത്തിലായിട്ട് ത്വാത്തിലായിട്ട് ജീവിക്കണങ്ങ, നല്ലത് മാത്രം ചിന്തിക്കണേ. പക്ഷെ അതിൽ ഇഖ്ലാസിക്കല്ല.
ആർഗാമേനായിട്ട് റായത്തങ്കമേനായിട്ട് ഏതെങ്കിലും ഒരു സ്വതക്ക കൊടുത്തിട്ടുണ്ടെങ്കിൽ 100 ആളുടെ പാട്ടിറങ്ങിക്കത്തൊരു സാഹചര്യം ഇഖ്ലാസില്ലാത്തൊരു ലക്ഷണമായിട്ടിക്കട്. ഒരുപാട് നിസ്കരിച്ചിരിക്കിടാറ് ജാവീടി വർക്കലിഞ്ഞിട്ട് പിറ്റാണ്ട് സുബൈ അത് മനുഷ്യന്മാർക്ക് റായത്തങ്ക ഉന്തക്കടെ അപ്പോ ഭയങ്കര വർക്ക് വന്നുകൊണ്ടുണ്ടല്ലാണ്ട് ചൊല്ലേ. അപ്പോൾ കേൾക്കടാറ് എന്തും ജാവ് പറഞ്ഞിട്ടില്ല, ഇല്ല ജാവ് പറഞ്ഞിട്ടില്ല, ജാവ് ഫുൾ ഇടി ഇബാദത്ത് എടുത്ത് ചെന്നിട്ട് റായത്തങ്ക കൊന്താക്കടക്കത്തൊരു സാഹചര്യ. കാരണം അവന് നിസ്കാരമായിട്ടേക്കു, പക്ഷെ അത് റായത്തങ്ക കൊന്താക്ക് വേറ്റിക്കിട് അതിൽ ഇഖ്ലാസ് നഷ്ടപ്പെടുത്തിട്ട്. അതുപോലെ ഏതൊരു വിഷയവും അങ്ങനെ വേറ്റിക്കിട് നല്ല നല്ല സ്വറാക്കിടാറ് ജാവും പോലും ഉറക്കില്ലാണ്ട് എന്തെല്ലാം സ്വറാക്കുക അവിടെ അതെല്ലാം ആക്കിടാറ്. പക്ഷേ അതിൽ ഇഖ്ലാസിന്റെ കുറവ് വരലോട് കൂടെ അതിന് കൂലി നഷ്ടപ്പെട്ട് മാത്രമല്ല, ആ കൂലി നഷ്ടപ്പെടലോടുകൂടെ അവനാക്കിയ എല്ലാ സ്വറവും കൂലിയില്ലാത്ത കാര്യങ്ങളായിട്ട് ബാത്തിലായി പോണ്ടെങ്കിൽ ഇത്ര സാഹചര്യമായിട്ട് ഈ 3 കാര്യങ്ങളും അള്ളാഹു ഒരാളുടെ ഇന്നുണ്ടായെങ്കിൽ 3 കാര്യം ഇന്നെങ്കിലും വിസ കേൾക്കണ്ട, ഏതെങ്കിലും ഒരു കാര്യം ഇന്നെങ്കിൽ പോലും അതുകൊണ്ട് അള്ളാഹു അവനെ നശിപ്പിക്കുകയോ ഹലാക്കാക്കുകയോ തീരുമാനിച്ചതിരെ ലക്ഷണമായിട്ടിടുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കണോ. അതുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ഈ 3 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾ ഞങ്ങളെ ജീവിതത്തിൽ ബന്ധറാൻ ചെന്നിട്ടൊരു ആത്മാവലോകനം ആക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് ഇന്നുണ്ടായെങ്കിൽ അതിൽ നിന്ന് ശുദ്ധിയാവിടെങ്കിൽ അതിൽ നിന്ന് വിട്ടു നിന്നിട്ട് നല്ല അവിടെക്കത്തൊരു തീരുമാനങ്ങളും നിർദ്ധാരങ്ങളും എടുക്കുന്ന ഒരു ടൈമായിട്ട് ഈ ടൈമിൽ ഞങ്ങൾ ഉപയോഗിക്കുക. റബ്ബുൽ ഇസ്സത്തായ അള്ളാഹു അതൊക്കെ തൗഫീക്ക് നൽകട്ടെ. അർഹമുർ-റഹീമായ അള്ളാഹുവേ, ഞങ്ങളുടെ ഇബാദത്തുകൾ ഇഖ്ലാസുള്ളതായിട്ട് നീ കബൂലാക്കണേ അള്ളാഹ്. ഞങ്ങൾ ഒട്ടിಗೆ സഞ്ചരിക്കടെ സ്വാലിഹീങ്ങൾ അള്ളാഹുവെ ഞങ്ങളെ സ്ഥാനമാനങ്ങൾ ഞങ്ങൾക്ക് നീ മനസ്സിലാക്കടെ തൗഫീക്ക് താ അള്ളാഹുവെ. ഇൽമ എന്നിട്ട് ആ ഇൽമ ഉള്ളതുപോലെ ഉപകരിക്കണമെങ്കിൽ ഇബാദത്ത് എടുക്കണമെങ്കിൽ തൗഫീക്ക് നീ ഞങ്ങൾ എല്ലാ ആൾമാർക്കും താ റഹ്മാനെ. പഠിക്കട മുക്കാലം മുതൽ ഈ നിമിഷത്തോളം ഞങ്ങളുടെ സഹായിച്ച ചോറ് തന്നെ റായത്തങ്ങ ഉമ്മമാർ, അതുപോലെ ഞങ്ങളെ ഉമ്മ അബ്ബ എലങ്ങ മുത്തങ്ങ പെഞ്ഞേമക്ക ഞങ്ങളുടെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തങ്ങ, ഞങ്ങൾ ദർസുബേനായിട്ട് കഷ്ടപ്പെട്ടങ്ങ, ഗൾഫ് കമ്മിറ്റങ്ങ, ബാംഗ്ലൂർ കമ്മിറ്റങ്ങ, റായത്തങ്ങ താലിമിങ് ചോറ് തണ്ടങ്ങ അള്ളാഹു എല്ലാ ആൾമാർക്കും നീ ബറക്കത്ത് നൽകണേ അല്ലാ. ഖൈറും സന്തോഷവും റാഹത്തും നൽകണേ അല്ലാ. എല്ലാവിധ ആഫത്ത് ബല മുസീബത്തുകളിൽ നിന്ന് കാത്തു സലാമത്താക്കണേ അല്ലാ. നിരന്തരമായി നമ്മുടെ ഈ ഹാദി ഡെയിലി ടോക്ക് ക്ലാസ് കേൾക്കുന്ന, അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന മുത്തഖീങ്ങൾ, മുഅ്മിനീങ്ങൾ, സ്വാലിഹീങ്ങൾ അല്ലാഹു അവർക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, ഈ പള്ളിയുടെ പരിസരത്ത് അന്തി ഉറങ്ങുന്നവർ ഖബർ സ്വർഗമാക്കണേ അല്ലാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.